തുടരുക. ഇപ്പോൾ കെ സുധാകരനെ കാണാൻ എം.കെ. രാഘവൻ എത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നൽകാനായി തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നതാണ്. എലത്തൂര് പ്രതീക്ഷിച്ചു. അയ്യോ, ഒരു പ്രതീക്ഷയില്ല കേട്ടോ. തൗഫീഖ് അസ്ലം ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. തൗഫീഖ്, ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും കണ്ണൂർ ഒഴിച്ചിട്ടിരിക്കുകയാണ്. യാതൊരു രീതിയിലുള്ള അനുനയ നീക്കത്തിനും സുധാകരന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് നമ്മൾ കാണുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എം.കെ. രാഘവനും അദ്ദേഹത്തെ കാണാൻ എത്തിയിരിക്കുകയാണ്. അനുനയ നീക്കം തന്നെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത്. വിവരങ്ങൾ എങ്ങനെ? ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് എം.കെ. രാഘവൻ സുധാകരനെ കാണാനായി അദ്ദേഹം താമസിക്കുന്ന ഫ്ളാറ്റിലെത്തിയത്. സുധാകരനെ കാണാനായി വന്നതെന്ന് എം.കെ. രാഘവൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പക്ഷേ എന്താണ് ചർച്ച എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഇതുവരെയും ഒരു സൂചന പോലും തന്നിട്ടില്ല. അതോടൊപ്പം തന്നെ എലത്തൂർ ഉൾപ്പെടെയുള്ള എലത്തൂരിൽ താങ്കൾ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ എലത്തൂർ തനിക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളൊരു മറുപടിയായിരുന്നു എം.കെ. രാഘവന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടായത്. സ്ക്രീനിംഗ് കമ്മിറ്റി ഉൾപ്പെടെ നടക്കുന്ന സമയത്ത് നിരവധി തവണ എം.കെ. രാഘവൻ കേരള ഹൗസിലെത്തി സണ്ണി ജോസഫും വി.ഡി. സതീശനും ഒക്കെ ആയിട്ട് നിരവധി തവണ കൂടിക്കാഴ്ച നടത്തുകയും ഈ മത്സരിക്കാനുള്ള ആഗ്രഹം നേതൃത്വത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ എലത്തൂർ ഉൾപ്പെടെ താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളൊരു മറുപടിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എം.കെ. രാഘവന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത്. കെ സുധാകരനും അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ള അടൂർ പ്രകാശ് ഉൾപ്പെടെ താമസിക്കുന്നത് ഒരേ ഫ്ളാറ്റിൽ തന്നെയാണ്. ഇരുവരെയും കാണാനായിട്ടുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇപ്പോൾ കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ശരി, തൗഫീഖാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക് കൂടി ചേരുന്നുണ്ട്. സുനിൽ, ഈ 55 പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നെങ്കിലും ഏറ്റവും വലിയ വെല്ലുവിളി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരും കെ സുധാകരനുമാണ്. ഇതുവരെ അതിലൊരു തീരുമാനത്തിലെത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. എം.കെ. രാഘവൻ ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ അവിടെ എത്തിയിട്ടുണ്ട്. അനുനയ നീക്കങ്ങൾ സജീവമാവുകയാണ്. സുധാകരനെ പിണക്കുന്നത് കോൺഗ്രസിന് എത്രത്തോളം വലിയ തിരിച്ചടിയാകുമെന്നാണ് അവർ കരുതുന്നത്? മറിച്ചായാൽ അത് കണ്ണൂരിൽ ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും? കണ്ണൂർ മാത്രമല്ല, കോന്നിയും ഒഴിച്ചിട്ടിട്ടുണ്ട്. ഈ 2 സീറ്റുകളാണ് പ്രധാനമായും നമ്മുടെ ആകാംക്ഷയോടെ കാത്തിരുന്നത്. കോന്നിയിൽ അടൂർ പ്രകാശും കണ്ണൂരിൽ കെ സുധാകരനുമാണ്. 2 എം.പിമാരാണ് അവസാന ഘട്ടം വരെ തങ്ങൾക്ക് മത്സരിക്കണമെന്ന ആഗ്രഹവുമായി മുന്നോട്ടേക്ക് വന്നത്. അതിൽ അടൂർ പ്രകാശ് അത്രമേൽ പരസ്യമായി അക്കാര്യം പുറത്തു പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം നേതാക്കളെ ഇക്കാര്യം കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. മത്സരിക്കാനുള്ള ഏതാണ്ട് ഒരുക്കങ്ങളൊക്കെ അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സുധാകരൻ ഇത് തുറന്നു പറയുന്നു. ഡൽഹിയിൽ പക്ഷേ അനുനയ ചർച്ചകൾക്കൊന്നും വഴങ്ങാതെ കെ സുധാകരൻ അവിടെ ഉണ്ട്. തൻ്റെ വിശ്വസ്തരായ നേതാക്കളെ പോലും കൂട്ടാതെയാണ് കെ സുധാകരൻ ഇത്തവണ ഡൽഹിയിലേക്ക് യാത്ര പോയിരിക്കുന്നതെന്നൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ മകനാണ് കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നേതാക്കൾ പലരും അദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്. അദ്ദേഹം ആരെയും അങ്ങോട്ട് പോയി കാണുന്നില്ല, സംസാരിക്കുന്നില്ല. തന്നെ കാണാനെത്തിയ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളോട് കൃത്യമായ അതൃപ്തി കെ സുധാകരൻ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വരുന്നത് കെ സുധാകരനെ പൂർണ്ണമായും പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ആശങ്കയും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുണ്ട്. നോക്കൂ, അതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പേരാവൂരാണ്. KPCC അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ ഇതിനോടകം തന്നെ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി കെ സുധാകരൻ അനുകൂലമായി. 3000 വോട്ടുകളിൽ താഴെ മാത്രം ഭൂരിപക്ഷമുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് അവിടെ ഏതെങ്കിലും തരത്തിൽ കെ സുധാകരൻ അല്ലെങ്കിൽ സുധാകരൻ ഉടക്കിയാൽ സുധാകരനെ അനുകൂലിക്കുന്നവർ എതിരായി നിന്നാൽ അത് സണ്ണി ജോസഫിന്റെ വിജയത്തെ പോലും കാര്യമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് ഇപ്പോൾ പുതിയ പട്ടികയിൽ കണ്ണൂർ തൽക്കാലം പ്രഖ്യാപിക്കേണ്ടതെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കെ സുധാകരൻ അനുനയത്തിന് വഴങ്ങും, അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ ഉള്ളത്, നേതൃത്വമുള്ളത്. അതിനുള്ള ചർച്ചകൾ എന്തായാലും ഇപ്പോൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക എന്നത് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. 92 നിയമസഭാ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അതിൽ 56 ഇടത്തെങ്കിലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനായത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തൊട്ട് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടും അത് ഏതാണ്ട് 2 ദിവസത്തോളം വൈകുന്നു. അത് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ. അതുകൊണ്ട് തന്നെയാണ് 3 ഘട്ടമായി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കണ്ണൂരും കോന്നിയും ഒക്കെ ഏറ്റവും അവസാനത്തെ പട്ടികയിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളും അങ്ങനെ ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ UDF പിന്തുണയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പല മണ്ഡലങ്ങളുണ്ട്. അത് അമ്പലപ്പുഴയാണ്, പയ്യന്നൂരുണ്ട്, തളിപ്പുറമുണ്ട്. ഇതൊക്കെ നിലവിൽ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഔദ്യോഗികമായി പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പിന്തുണ എന്ന തരത്തിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നാൽ, തിരുവനന്തപുരത്തായിരുന്നു ഈ സ്ഥാനാർത്ഥി നിർണയം വലിയ കീറാമുട്ടിയായി കോൺഗ്രസിന്റെ മുമ്പിലുണ്ടായിരുന്നു. അത്
അതുപോലെ തന്നെ നിൽക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ അവസരത്തിൽ പറയേണ്ടി വരും. കാരണം ആകെ ഇവിടെ 14 നിയമസഭാ സീറ്റാണ് തിരുവനന്തപുരത്തുള്ളത്. അതിൽ 12 ഇടത്താണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അതിൽ 3 ഇടത്ത് മാത്രമാണ് ആദ്യഘട്ട പട്ടികയിൽ സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊന്ന് കോവളം സിറ്റിംഗ് സീറ്റാണ്. അത് സ്വാഭാവികമായും സിറ്റിംഗ് MLA തന്നെ മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ്. മറ്റൊന്ന് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊക്കെ മുമ്പ് തന്നെ കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയ സ്ഥലമാണ്. മറ്റൊന്ന് ചിറയൻകീഴാണ്. ചിറയൻകീഴ് രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കുന്നതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ആദ്യഘട്ടം തൊട്ടേ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതിഷേധം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് രമ്യ ഹരിദാസിനെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഇനിയും 9 നിയമസഭാ മണ്ഡലങ്ങൾ നിയമമടക്കം നിയമത്തൊക്കെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നതിൽ വലിയ ആകാംക്ഷ നിലനിൽക്കുന്ന സ്ഥലമാണ്. ഏതായാലും തിരുവനന്തപുരത്തും അത്തരത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അതിൽ വിശദമായ റിപ്പോർട്ടിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.